Hi dear students, today we discuss first the curl. We are familiar with the del operator. This del is equal to dou by dou x cap plus dou by dou y cap plus dou by dou z cap. Okay. If I define a vector v like vx x cap plus vy y cap plus vz z cap, the curl of the vector v is defined as del cross v, that is equal to ഇത് കേൾ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇതിനാണ് നമ്മൾ കേൾ എന്ന് പറയാം. കേൾ ഓഫ് വെക്ടർ വിനെ നമ്മൾ ഇങ്ങനെയാണ് എഴുതാറുള്ളത്. എക്സ് വൈ ക്യാപ് സെഡ് ക്യാപ് എന്ന് എഴുതാം. എന്നിട്ട് ഡെല്ലിൻ്റെ ഡോ ബൈ ഡോ എക്സ് എക്സ് കമ്പോണൻറ്റ് നേരെ താഴെ ചെയ്ത ഡോ ബൈ ഡോ എക്സ്, വൈയുടെ കമ്പോണൻറ്റ് ഡോ വൈ, സെഡിൻ്റേത് ഡോ ബൈ ഡോ സെഡ്. ഇനി വെക്ടർ വിയുടെ എക്സ് കമ്പോണൻറ്റ് താഴെ എഴുതണം, വൈ കമ്പോണൻറ്റ് താഴെ, സെഡ് കമ്പോണൻറ്റ് താഴെ എഴുതണം. എക്സ് കമ്പോണൻറ്റ് വി എക്സ് ആണ്, വി എക്സ്. വൈ കമ്പോണൻറ്റ് ഇവിടെ വരുന്നത് വി വൈ, സെഡ് കമ്പോണൻറ്റ് വരുന്നത് വി സെഡ്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഈക്വൽ ടു എക്സ് പ്രൈം ഡോ വി സെഡ് ഡോ വൈ മൈനസ് ഡോ വി ബൈ ഡോ സെഡ്, ഡോ വി ബൈ ഡോ സെഡ് മൈനസ് വൈ ക്യാപ് ഡോ വി സെഡ് ബൈ ഡോ എക്സ്, ഡോ വി സെഡ് ബൈ ഡോ എക്സ് minus dou vx by dou z plus z cap, dou vy dou x minus dou vx by dou y. ഇതാണ് കേൾ ഓഫ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നോക്കൂ നിങ്ങൾ, ഇതൊരു കേൾ ഓഫ് വിയുടെ ആൻസർ തന്നെ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. എക്സ് കമ്പോണൻ്റ് ഉണ്ട്, വൈ കമ്പോണൻ്റ് ഉണ്ട്, സെഡ് കമ്പോണൻ്റ് ഉണ്ട്. ദെർഫോർ കേൾ ഓഫ് എ വെക്റ്റർ ഫംഗ്ഷൻ ഈസ് എ വെക്റ്റർ. ഇനി നമുക്ക് അതിന്റെ ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷനിലേക്ക് പോവാം. കേളിന്റെ ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഫിസിക്കൽ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്, അതായത് ഡെൽ ക്രോസ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ മെഷർ ഓഫ് ഹൗ മച്ച് ദ വെക്ടർ വി കേൾസ് അറൌണ്ട് എ പോയിന്റ്. ഈ കേൾ എന്നതിന്റെ മലയാളത്തിലുള്ള അർത്ഥം എന്താണ്? ചുഴി, ചുഴി, ചുറ്റുക, ഇതൊക്കെയാണ് കേളിന്റെ ഒരു മീനിങ്. ഇപ്പോൾ ഡൈവേർജൻസ് കേൾ ഓഫ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ക്രോസ് വി is a measure of how much the vector v curls around a point. ഇനി നമ്മൾ ഒരു എക്സാമ്പിൾസിലേക്ക് പോവാം. ഇവിടെ നോക്കുക, ഈ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ, ഈ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ഡൈവേർജൻസിന്റെ കേസിൽ ചെയ്തിട്ടുള്ള എക്സാമ്പിൾ തന്നെയാണ്. ഇവിടെ നമുക്കൊരിക്കലും ഒരു ചുഴിയോ ഒരു ചുറ്റലോ ഒന്നും ഇവിടെ കാണാൻ പറ്റില്ല. ഈ വെക്ടർ ഫീൽഡ് സ്ട്രൈറ്റ് അവേ ആണ്, ഇറ്റ് ഈസ് ഡൈവേർജിങ് അവേ. ഇവിടെ എവിടെയും കേളില്ല. അതായത് ഈ കേസിലും അതേപോലെ തന്നെ രണ്ടാമത്തെ എക്സാമ്പിൾ ഈ കേസിലും ഇവിടെയൊക്കെ കേൾ, ദാറ്റ് കേൾ ഈസ് 0. ഈ രണ്ട് എക്സാമ്പിളിലേക്ക് ശ്രദ്ധിക്കൂ. ഇവിടെ രണ്ട് എക്സാമ്പിൾ നമുക്ക് കാണാൻ പറ്റും. ദിസ് വെക്റ്റർ ഫീൽഡ് കേൾസ് അറൌണ്ട് എ പർട്ടിക്കുലർ പോയിന്റ്, അല്ലെ, ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടെ ഒരു ചുഴിയുണ്ട് എന്ന് പറയാം. അതായത് ഇവിടെ കേൾ 0 അല്ല, ഹിയർ കേൾ ഈസ് നോട്ട് ഈക്വൽ ടു 0. എന്നാൽ ഈ കേസിലോ ഇവിടെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടോ? പക്ഷേ ഇവിടെ നിങ്ങളൊരു വീല് വെക്കുകയാണെങ്കിൽ, ഈ ഒരു രൂപത്തിലുള്ള
ഈ ഒരു രൂപത്തിലുള്ള ഒരു വീല് നിങ്ങൾ വെക്കുകയാണെങ്കിൽ അതിലൊരു മാർക്ക് ചെയ്യാം. വെക്കുകയാണെങ്കിൽ ആ വീൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം ഇവിടെ വെലോസിറ്റി ഫീൽഡിന്റെ നമ്മളൊരു വാട്ടർ ഫ്ലോ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇതൊക്കെ നമ്മളൊരു വാട്ടർ ഫ്ലോ, അതായത് വാട്ടറിന്റെ വെലോസിറ്റി വെക്ടർ v ആണെങ്കിൽ ഒരു വീല് വെക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ വീൽ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യും. ഇങ്ങനെ ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യും. അതേ വീല് ഞാൻ ഇവിടെ വെക്കുകയാണെങ്കിലോ, ഒരു ആരോ മാർക്കൊക്കെ നമ്മൾ ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ സ്പീഡ് കൂടുതലാണ് വാട്ടറിന്റെ, ഇവിടെ സ്പീഡ് കുറവ്. അപ്പം നമ്മൾ ഇതിങ്ങനെ ഇവിടെ ഈ ഡയറക്ഷനിലേക്ക് റൊട്ടേഷന് കാണാൻ കഴിയും. വെലോസിറ്റി കൂടുതൽ ഇവിടെയാണെങ്കിൽ ഇതിങ്ങനെ ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യും, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അതുകൊണ്ട് ഇവിടെയും ഒരു കേൾ ഉണ്ട്. ഹിയർ ആൾസോ കേൾ ഈസ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, ഇത് രണ്ടും കേള് 0 അല്ലാത്ത കേസുകൾക്ക് ഉദാഹരണമാണ്. ഇനി നമ്മൾ കുറച്ച് ന്യൂമറിക്കൽസ് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാം. അതായത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേള് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ വെലോസിറ്റി വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് VA is equal to minus yx cap plus xy cap. VB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലോയുടെ വെലോസിറ്റി വെക്ടർ x y cap. അപ്പോൾ നമുക്ക് രണ്ട് വെലോസിറ്റി വെക്ടർ തന്നിട്ടുണ്ട്. ഈ രണ്ട് വെലോസിറ്റി വെക്ടർ ഫീൽഡിന്റെ കേൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമുക്ക് ഡെൽ ക്രോസ് VA വളരെ സിമ്പിളാണ്. എക്സ് ക്യാപ്പ് വൈ ക്യാപ്പ് സെഡ് ക്യാപ്പ്. VAയുടെ എക്സ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ മൈനസ് വൈ. അതിന് മുമ്പ് നമ്മൾ ഡെല്ലിൻ്റെ എഴുതണം അല്ലേ. ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെറ്റ്. എക്സ് കമ്പോണന്റ് ഓഫ് VA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് വൈ. ഇവിടെ വൈ കമ്പോണന്റ് ഓഫ് എക്സ്, സെറ്റ് കമ്പോണന്റ് ഇതിനില്ല, അതുകൊണ്ട് 0. ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ക്യാപ് 0 വരും. ഡോ എക്സ് ബൈ ഡോ സെറ്റ് 0 മൈനസ് വൈ ക്യാപ് 0, the differentiation of 0 plus z cap dou x by dou x 1, dou minus y by dou y, that is minus 1 means plus 1. Here the answer is 2 z cap. Okay. Similarly, you can also find this quantity also, del cross VB, x cap, y cap, z cap, dou by dou x, dou by dou y, dou by dou z. ഇതിൻ്റെ എക്സ് കമ്പോണന്റ് ഇല്ല, 0. വൈ കമ്പോണന്റ് എക്സ്, സെഡ് കമ്പോണന്റ് 0. എക്സ് ക്യാപ് 0 മൈനസ് വൈ ക്യാപ് 0, രണ്ടും 0. പ്ലസ് സെഡ് ക്യാപ് ഡോ എക്സ് ബൈ ഡോ എക്സ് 1, ഡോ വൈ ബൈ ഡി 0, 0. ദാറ്റ് ഈസ് ഇതിൻ്റെ ആൻസർ സെഡ് ക്യാപ്. ഇങ്ങനെയാണ് കേള് കണ്ടുപിടിക്കാനുള്ള വഴി. അപ്പോൾ നമ്മുടെ ഈ എക്സാമ്പിളിൽ ഈ കേൾ, അതായത് ഡെൽ ക്രോസ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കേൾ തന്നെ, അതായത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിൽ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? അതിന് നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. ഈ കേസിൽ ഈ വെക്റ്റർ ഫീൽഡ് കേൾ ചെയ്തിരിക്കുന്നത് ഈ ഡയറക്ഷനിലേക്കാണ്. ഇങ്ങനെയുള്ള കൗണ്ടർ ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തമ്പ് നേരെ പിടിച്ചാൽ ഈ തമ്പ് നൽകുന്ന ഡയറക്ഷനാണ് ഈ കേൾ ഓഫ് ദാറ്റ് വെക്റ്ററിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ ഫീൽഡ് കമ്മിങ് ഔട്ട് ഓഫ് ദ പേജ് അല്ലേ, അതിൻ്റെ മുകളിലേക്കാണ് അതിൻ്റെ ഡയറക്ഷൻ. നേരെ തിരിച്ചാണെങ്കിൽ നമുക്കിങ്ങനെ പിടിച്ചു നോക്കിയാൽ മതി. ഗോയിങ് ഇൻ ടു ദ പേജ് ആയിരിക്കും ഡയറക്ഷൻ. ഓക്കെ, ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഔട്ട് ഓഫ് ദ പേജ്, ഇങ്ങോട്ടേക്ക്.
അപ്പം അങ്ങനെയാണ് കേളിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക. ഇവിടെ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു കാര്യം നമ്മൾ ഓർത്തു വെക്കണം. ദാറ്റ് ഈസ് ഇഫ് ദ കേൾ ഓഫ് എ വെക്ടർ ഈസ് 0, if A is a vector, then the curl of that vector del cross A, that is 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that vector A is called A is irrotational vector. That is A is irrotational. അതായത് അവിടെ കേളില്ല എന്നർത്ഥം, റൊട്ടേറ്റ് ചെയ്യുന്നില്ല, ചൊടിയില്ല, ചുറ്റുന്നില്ല എന്നർത്ഥം. സ്ട്രെയിറ്റ് ആയിട്ടുള്ള കേസ്. ഉദാഹരണമായിട്ട് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും +2 ക്ലാസ്സുകളിൽ. ഡെൽ ക്രോസ് ഈസ് ഇക്വൽ ടു 0. ഒരു +2 ചാർജ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, അതിന് എവിടെയും ഒരു കേള് നമുക്ക് കാണാൻ പറ്റുന്നില്ല, ഒരു ചുഴി അല്ലെങ്കിൽ ചുറ്റുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇതൊരു ഡൈവേർജിങ് അവേ ഫ്രം എ പോയിന്റ് ആണ്. പിന്നെ ഡൈവർജൻസ് ഉണ്ട്. ഡൈവർജൻസ് ഡെൽ ഡോട്ട് ഇ വാസ് നോട്ട് 0. ഓക്കെ, ബട്ട് കേൾ ഇതിന് ഇവിടെ നമുക്ക് ഒരു ചുഴി അല്ലെങ്കിൽ ചുറ്റുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. ഈ വെക്ടർ ഫീൽഡ് ഇ എന്ന് പറയുന്ന ഈ വെക്ടർ ഫീൽഡ് സ്ട്രെയിറ്റ് ആണ്. ഡെൽ ക്രോസ് ഇ എന്ന് പറഞ്ഞാൽ 0. അതുകൊണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇ ഈസ് ഇറോട്ടേഷണൽ. ഇനി ഇഫ് ഡെൽ ക്രോസ് എ ഈസ് നോട്ട് ഈക്വൽ ടു 0 അല്ലെങ്കിൽ that vector A is rotational. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കൺസെപ്റ്റാണ്. നേരത്തെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയ ഡൈവേർജൻസിന്റെ കേസിൽ ഡെൽ ഡോട്ട് ഇ ഇസ് ഈക്വൽ ടു, ഫോർ എക്സാമ്പിൾ എ ഈസ് എ വെക്ടർ, ഡെൽ ഡോട്ട് എ 0 ആണെങ്കിൽ എ ഈസ് സോളിനോയിഡൽ. ഇഫ് ഡെൽ ഡോട്ട് എ ഈസ് നോട്ട് ഈക്വൽ ടു 0, this A is not solenoidal. ഈ രണ്ട് പ്രയോഗങ്ങളും നമ്മൾ ഓർത്തു വെക്കണം. കുറച്ച് വെക്ടേഴ്സ് എത്തുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് വെക്ടർ ഈസ് ഇറോട്ടേഷണൽ ആൻഡ് സോളിനോയിഡൽ, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് വെക്ടർ ഈസ് റൊട്ടേഷണൽ ആൻഡ് നോട്ട് സോളിനോയിഡൽ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം.